എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവേശുവിന്റെ ധന്യ തിരുനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ശകലമാണ് ശ്രീ ജിജി തോംസൺ IAS ഒരു പ്രഭാഷണം. അത് സ്ഥാനാരോഹണത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാരെ ആദരിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന ഏറെക്കുറെ അരമണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രസംഗത്തിന്റെ 2-3 മിനിറ്റ് വരുന്ന ഭാഗങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശരിക്കും വൈറലായിരിക്കുന്നത്. ആ പ്രഭാഷണത്തിന്റെ മുഴുവൻ രൂപം കഴിയുമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുകയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുകയോ ചെയ്യാം. ആ പ്രസംഗം മുഴുവൻ ദയവായി നമ്മൾ എല്ലാവരും ഒന്ന് കേട്ടിരിക്കേണ്ടതാണ്. അദ്ദേഹം അത് പ്രസംഗിച്ചത് കൊണ്ട് തന്നെ സഭയ്ക്കുള്ളിൽ നിന്ന് പലരും എഴുന്നേറ്റിട്ട് ശക്തിയായി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കണം. കാരണം സഭയുടെ അടിസ്ഥാനം ഇളകിപ്പോകുന്ന തരത്തിൽ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നു എന്നതാണ് സഭയിലെ ആൾക്കാരുടെ വാദം. ആ വാദത്തിൽ കഴമ്പുണ്ടുതാനും സഭയുടെ അടിസ്ഥാനം ഇളക്കുന്ന ഒരു വർത്തമാനം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാള് പറയുന്നത് കേട്ടു, അദ്ദേഹത്തിന് ബുദ്ധിക്ക് എന്തെങ്കിലും വിഭ്രാന്തി ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കണം, അദ്ദേഹം അതിനെ സഹായിക്കാം എന്നും പറഞ്ഞു കേട്ടിരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ കണ്ടപ്പോൾ അദ്ദേഹം ശ്രീ ജിജി തോമസിന് മറുപടി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചിരിക്കുന്ന ഒരു അച്ഛന്റെ ഒരു ചെറിയ പ്രസംഗ ശകലമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും ഞാനിതിൽ നിങ്ങളെ കേൾപ്പിക്കാം എന്ന് കരുതുകയാണ്. എന്താണ് ശ്രീ ജിജി തോംസൺ IAS ചെയ്തിരിക്കുന്ന പാകപ്പിഴ? എനിക്ക് അതിൽ തോന്നിയത് ഇങ്ങനെയാണ്: എ റൈറ്റ് പേഴ്സൺ ഇൻ എ റോങ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വാസ്തവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വചനാടിസ്ഥാനത്തിൽ സത്യമാണ് എന്ന് മാത്രമല്ല വളരെ സത്യമാണ്. അത് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ സ്ഥലം മോശമായിപ്പോയി. അതാണ് റൈറ്റ് പേഴ്സൺ. അദ്ദേഹം പറഞ്ഞ കാര്യവും ആളും കറക്റ്റാണ്, പക്ഷെ അയാൾ പറഞ്ഞ സ്ഥലം ശരിയായില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു എതിർപ്പ് നേരിടേണ്ടി വന്നത്. ഇനി അദ്ദേഹത്തിനും പാളിച്ചയുണ്ട്. അതെന്താണ് പാളിച്ച എന്നുള്ളത് കൂടി അതിനോട് ചേർത്ത് സംസാരിക്കാം. ഒന്ന്, അദ്ദേഹം ആ സഭയുടെ ശുദ്ധീകരണം ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നതിന് സംശയം വേണ്ട. 2, അദ്ദേഹത്തിന് വചനം കുറച്ചൊക്കെ അറിയാം എന്നതിലും സംശയമില്ല. സൺഡേ സ്കൂളിൽ അദ്ദേഹം പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ സഭ എന്നത് ക്രിസ്തുവാകുന്ന തലയുടെ ഉടലാകുന്ന ഭാഗമാണ് എന്നും അതൊരു മിസ്റ്റിക് റിലേഷൻഷിപ്പാണ് എന്നുമൊക്കെ ഉള്ള ശരിക്കും സൗണ്ട് തിയോളജി അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് എന്നതിന് സംശയമൊന്നും വേണ്ട. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അറിയണം. അപ്പൊ ക്രിസ്തുവിനെ അറിയാതെ ഒരാൾ ക്രിസ്ത്യാനിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പരമ അബദ്ധമാണ് എന്ന കാര്യവും അദ്ദേഹം ഓർപ്പിക്കുന്നുണ്ട്. അതുപോലെ ഒരു ശുശ്രൂഷകന്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജോലി എന്ന് പറയുന്നത് റിക്കൺസിലിയേഷൻ ആണ് എന്നും യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ റിക്കൺസൈൽ ചെയ്യുവാനാണ് എന്നും ആകയാൽ ആ നിരപ്പിന്റെ ശുശ്രൂഷയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നും അതുകൊണ്ട് ആ ശുശ്രൂഷയാണ് ചെയ്യേണ്ടത് എന്നുമുള്ള തിരുവചനത്തിലെ വളരെ വ്യക്തമായ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിനോടനുബന്ധിച്ച് അദ്ദേഹം ചില പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സഭ ഇന്ന് അനുഷ്ഠിച്ചു വരുന്ന ചില കാര്യങ്ങൾ, അത് വചനവിരുദ്ധമായ കാര്യങ്ങൾ, അതിനെ ചിലത് അദ്ദേഹം പരാമർശിച്ചു. അതാണ് അദ്ദേഹം പരമവെറുപ്പിന് കാരണമായി മാറിയത്. അദ്ദേഹം പ്രസംഗിച്ചതിനെ 3 ഭാഗമായി തിരിച്ചാൽ, 1-ാം ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ ഇത്തരത്തിലൊരു ആത്മീക പരിവേഷത്തിലേക്ക് കൊണ്ടെത്തിച്ചത് അദ്ദേഹത്തിന്റെ ഒരു മിനിസ്റ്റർ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവരുടെ കളക്ടറായിട്ട് ആയിരുന്നു. അവിടെ മിനിസ്റ്റർ ആയിരുന്ന ഒരു മാഡത്തെ കുറിച്ചാണ് പറയുന്നത്. ആ മിനിസ്റ്റർ രാവിലെ മ്ലാന മുഖത്തോടു കൂടി ഓഫീസിലെത്തിയെന്നും ഇദ്ദേഹം എന്താണെന്ന് തിരക്കുമ്പോൾ UP കന്യാസ്ത്രീമാരെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തെ അവർ ഓർപ്പിക്കുകയും അപ്പോൾ ഇദ്ദേഹം എന്നാൽ പിന്നെ നമുക്ക് ആ സ്ഥലം ഒന്ന് പോയി കാണാമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ മന്ത്രി സമ്മതിക്കുകയും രണ്ടുപേരും ഒരുമിച്ച് കുറച്ചു ദൂരം വിമാനത്തിലും പിന്നെ കുറച്ചു ദൂരം കാറിലും പിന്നെ കുറച്ചു ദൂരം ട്രക്കിലും പിന്നെ കുറച്ചു ദൂരം കാളവണ്ടിയിലും യാത്ര ചെയ്ത് UP കുഗ്രാമത്തിൽ ചെന്നു എന്നും അപകടം നടന്ന വീട് പോയി കണ്ടു, അവിടെ എല്ലാം കോലാഹലപ്പെട്ട് കിടക്കുന്നതും രക്തം കിടക്കുന്നതും ഒക്കെ അദ്ദേഹം കണ്ടതിനെ കുറിച്ചും അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ
അവരെ കാണുവാൻ ചെന്നു. 2 ബെഞ്ചുകൾ കൂട്ടിക്കെട്ടി വെച്ചിട്ട് അതിൽ ഈ രോഗികളെ കിടത്തിയിരിക്കുന്നതായും പഴന്തുണി കൊണ്ട് അവരുടെ മുറിവുകൾ കെട്ടിയിരിക്കുന്നതായും ബോധരഹിതരായി കിടക്കുന്ന കന്യാസ്ത്രീമാരെ അദ്ദേഹം പോയി കണ്ടതും അതിൽ ഒരു സ്ത്രീ ഒരല്പം ശബ്ദം വെക്കുന്നത് കേട്ട് അവരോട് ചെന്ന് സാരമില്ലെന്ന് പറയുമ്പോൾ അവര് തിരിച്ച് അദ്ദേഹത്തോട് ക്രിസ്തു അനുഭവിച്ച കഷ്ടതകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഏതുമില്ല എന്ന് എന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവിത അനുഭവത്തെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ശുശ്രൂഷകന്മാരെ നമ്മളാണ് വഴിപിഴപ്പിക്കുന്നത്, ശുശ്രൂഷകർ നല്ലവരാണ് എന്നും അവരെ വിശ്വാസികളാണ് വഴിപിഴപ്പിക്കുന്നത് എന്നുമുള്ള ഒരു കാര്യമാണ് പരാമർശിച്ചത്. അതാണ് പ്രശ്നത്തിന് കാരണമായി മാറിയത്. അതിന് പുള്ളി അദ്ദേഹത്തിന്റെ തന്നെ അനുഭവം പറയുമ്പോൾ വിദേശ രാജ്യത്തൊരു തിരുമേനിയുടെ അരമനയിൽ ചെന്ന ഒരു അനുഭവത്തെ കുറിച്ച് പറഞ്ഞു. ആ അരമനെ പ്രൊഫഷണലാക്കി മാറ്റിയിരിക്കുന്നു. എങ്ങനെയാണ് ശുശ്രൂഷകർക്ക് പ്രൊഫഷണലായി മാറുവാൻ കഴിയുക എന്നതിനെ കുറിച്ച് അദ്ദേഹം ഒരു പരാമർശം നടത്തി. മൂന്നാമത്തെ ഭാഗത്ത് ശുശ്രൂഷകന്മാർ നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യണം എന്ന് പറഞ്ഞ് വളരെ ഭംഗിയായും വളരെ സഭ്യമായുമാണ് അദ്ദേഹം ആ അരമണിക്കൂറത്തെ പ്രഭാഷണം ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കാലിളകുവാനുള്ള കാരണം എവിടാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെയും അവസാനത്തെയും ഭാഗത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രസക്തമായ ഭാഗവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചിലർ ഇപ്പോൾ ശുശ്രൂഷക മേഖലകളിൽ ഇരിക്കുന്നു എന്ന ഒരു വ്യക്തമായ വെളിപ്പാട് ആ സന്ദേശങ്ങൾക്കകത്തുകൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായും അധ്യക്ഷന്മാർക്കെന്ന് മാത്രമല്ല അവർക്ക് കുടപിടിക്കുകയും കഞ്ഞിവെക്കുകയും ചെയ്യുന്ന സഭയ്ക്കകത്തുള്ള ചില്ലറ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതുമാണ് പരമരഹസ്യമായിട്ടുള്ള കാര്യം. അതുപോലെ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട, ഞാൻ പിന്നീട് ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുള്ള ഒരു ഭാഗം പരാമർശിച്ചിട്ട് ഞാൻ അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. സഭയുടെ പരമാധ്യക്ഷൻ എന്ന് പറഞ്ഞ് അവിടെ ആരെയോ പരിചയപ്പെടുത്തിയ പരമം എന്ന വാക്ക് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം പരാമർശിച്ചു. അത് അദ്ദേഹത്തിന്റെ പഠിപ്പും അറിവും കൊണ്ടൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്. പരമശിവൻ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്, അതിന്റെ അപ്പുറത്ത് മറ്റൊന്നില്ല. അപ്പോൾ പരമാധ്യക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം അതിന്റെ അപ്പുറത്ത് മറ്റൊന്നില്ല എന്നാണ്. അപ്പൊ സഭയുടെ പരമാധ്യക്ഷൻ മെത്രോപ്പൊലീത്തയാണ്, അല്ലെങ്കിൽ ഇവർ പറയുന്ന സ്വാൻസോ ആണ്. അപ്പോൾ സഭയുടെ പരമാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് മറ്റൊരാൾ ഇല്ല എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ പിന്നെ ക്രിസ്തുവിന്റെ സ്ഥാനം എവിടാണ് എന്നൊരു ചോദ്യം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നു. അതാണ് ഞാൻ പറഞ്ഞത് റൈറ്റ് പേഴ്സൺ ഇൻ എ റോങ് പ്ലേസ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം. ഇമാതിരിയുള്ള എപ്പിസ്കോപ്പൽ ചർച്ചുകൾക്കകത്ത് ചെന്ന് നിന്നുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത് ഇമാതിരി വിദ്യാഭ്യാസമുള്ളവർക്ക് ഒരു അനൗചിത്യമായി എനിക്ക് തോന്നുകയാണ്. കാരണം ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് തിരുവഴുത്തിനെ കുറിച്ച് സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളെങ്കിലും വളരെ വ്യക്തമായി അറിയാമെന്നുള്ള, ഇതുവരെയും മറന്നുപോയിട്ടില്ലാത്ത, മറവി ബാധിച്ചിട്ടില്ലാത്ത ഇമാതിരിയുള്ള ബുദ്ധിശാലികൾക്ക് എന്തുകൊണ്ട് ഈ സഭ അനുഷ്ഠിച്ചു വരുന്ന കാര്യങ്ങൾക്ക് ബൈബിളുമായി ബന്ധമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല? അവിശ്വാസികളുടെ കണ്ണ് ഈ ലോകത്തിന്റെ പ്രഭു കുരുടാക്കിയിരിക്കുന്നതാണോ ഈ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുക. പരമാധ്യക്ഷൻ എന്ന് പറഞ്ഞ് പോപ്പിരിക്കുകയോ മെത്രോപ്പൊലിത്തമാരിരിക്കുകയോ പിന്നെ ആരൊക്കെ ഇരുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അവരാരിരുന്നാലും ഇനി ഒരു പാസ്റ്റർ പരമാധ്യക്ഷനായി, ഒരു സഭയുടെ പരമാധ്യക്ഷനായിരുന്നാലും ആ സഭയ്ക്ക് ക്രിസ്തുവുമായി ബന്ധമില്ല. കാരണം പരമാധ്യക്ഷനായി, സഭയുടെ പരമാധ്യക്ഷൻ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അതിന് താഴെയാണ് ബാക്കി എല്ലാവരും പറയേണ്ടത്. ഇടയന്മാരായി ആൾക്കാരെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ മുകളിൽ പരമാധ്യക്ഷ സ്ഥാനമെന്നും ആർക്കും കർത്താവ് നൽകിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് തമാശയായി തോന്നിയത്, ഇത്രയും വ്യക്തമായി തെറ്റുകൾ നിരത്തി വ്യാഖ്യാനിച്ച ശ്രീ ജിജി തോമസ് സാറിന് ഈ തിരുമേനി എന്ന പദപ്രയോഗം ബൈബിളിൽ വിരുദ്ധമാണ് എന്നുള്ളത് പോലും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം ആദ്യത്തെ പരിചയപ്പെടുത്തലിൽ തിരുമേനി എന്നൊക്കെ പറഞ്ഞ് പല മേനികളെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണ് ഈ തിരുമേനി? നമ്മളെല്ലാവരെയും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുമ്പോൾ വിശുദ്ധന്മാരാക്കി തിരുവെടുത്ത് പറയുന്നു എന്ന് വരികിലും ഈ തിരുമേനി എന്ന പദപ്രയോഗം തന്നെ ഇവിടെ രാജാക്കന്മാരിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. എന്താണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന അപകടം എന്ന് ചോദിച്ചാൽ, ഈ ബിഷപ്പ് പദവിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ അച്ചൻ പട്ടവും ഈ ഇന്ന് സഭകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന തൊപ്പിയും വടിയും ബെൽറ്റും ഒക്കെ വിശുദ്ധ വേദപുസ്തകവുമായി ബന്ധമില്ലാത്തതും ജാതീയ ആചാരവുമായി ഇടപഴകി കിടക്കുന്ന സാധനവുമാണ്. ഒരുവിധം തകരാറില്ലാതെ ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ ദൈവസഭ മുമ്പിലേക്ക് പോയിരുന്നു. അന്ന് റോമിൽ കുറച്ച് ഭാഗവും സിറിയ ഭാഗങ്ങളിലും മധ്യേഷ്യയിലും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലുമാണ്
സുവിശേഷം വ്യാപിച്ചു കൊണ്ടിരുന്നത്. അന്നാണ് റോം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന സഭയ്ക്ക് അവിടുത്തെ റോമൻ ഗവർണറുമായി റോമൻ ചക്രവർത്തിയുമായി അടുപ്പം വരികയും പിന്നീട് 313 കുസ്തന്തിനോസിന്റെ മതപരിവർത്തനത്തോടനുബന്ധിച്ച് ഈ സഭ അംഗീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ ചക്രവർത്തിമാർ ആരാധനയ്ക്ക് വരികയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം വരുമ്പോൾ, ചക്രവർത്തി രാജകീയ വേഷത്തിൽ ആരാധനയ്ക്ക് വരുമ്പോൾ ആരാധന നയിക്കുന്നയാള് പാന്റും കോട്ടും ഇട്ട് നിന്നാൽ ഒരു സുഖം വരാത്തത് കൊണ്ട് ചക്രവർത്തിമാർ ധരിക്കുന്ന തരത്തിനുള്ള നൈറ്റിയും നടുക്കെട്ടും തൊപ്പിയും ഒക്കെ കൊണ്ടുവന്നത് ഈ ജാതീയ രാജാക്കന്മാരാണ് എന്ന വസ്തുത നമ്മൾ വിസ്മരിക്കരുത്. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് റോമൻ കാത്തലിക്കിലേക്കും പിന്നീട് ഓർത്തഡോക്സിലേക്കും പിന്നീട് മർത്തോമയിലേക്കും ഒക്കെ ഈ വ്യത്യസ്ത തരം തൊപ്പികളും ബെൽറ്റുകളും കുപ്പായങ്ങളും താടിയും മീശയും ഒക്കെയായി വ്യത്യസ്ത രൂപങ്ങൾ വന്നുപെട്ടതാണ്. ഇവകൾക്കൊന്നും വിശുദ്ധ വേദപുസ്തകവുമായി യാതൊരു ബന്ധവുമില്ല. കർത്താവ് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, പാസ്റ്റർമാർ, ഇങ്ങനെയാണ് പ്രവാചകന്മാർ, ഇങ്ങനെയുള്ളവരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പത്രോസിന്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന ഇവർക്ക് ആ പൗലോസുമായോ പത്രോസുമായോട്ടോ ഒന്നും യാതൊരു ബന്ധവും നമുക്ക് കാണുന്നില്ല. വസ്ത്രധാരണം പോലും ഇവർ രാജാക്കന്മാരുടേതാക്കി മാറ്റി. രാജാക്കന്മാരെ തിരുമേനി എന്ന് പറയുന്നത് പോലെ ഇവരെയും തിരുമേനി എന്ന് വിളിക്കാൻ തുടങ്ങി. രാജാക്കന്മാരോട് തിരുവുള്ളം എന്ന് പറയുന്നത് പോലെ ഇവരെയും തിരുവുള്ളം പറയാൻ തുടങ്ങി. തിരുമനസ്സിനുണർത്തിക്കുവാൻ തുടങ്ങി. ഇവിടെയും ഇതെവിടാ സംഭവിച്ചത്? രാജാക്കന്മാർ രക്ഷിക്കപ്പെട്ടു എന്ന മട്ടിന് സഭകളിലേക്ക് കടന്നു വന്നപ്പോൾ രാജാക്കന്മാരുടേതുപോലെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ മുകളിൽ ഇരുന്നാലോ ഈ പ്രാർത്ഥനക്കാരൊക്കെ ഭരണം നടത്തുന്നത് പോലെ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും അവർ രാജാക്കന്മാരുടെ കുപ്പായം ഇട്ട് കൊടുത്തു തുടങ്ങിയപ്പോൾ രാജാക്കന്മാരോട് സംസാരിക്കുന്ന രീതി ഇവരോട് സംസാരിക്കാൻ തുടങ്ങി. സ്വാഭാവികമായും പിൽക്കാലത്ത് വന്ന രക്ഷയുമായും ദൈവവുമായിട്ടും തിരുവെഴുത്തുമായിട്ടും ഒന്നും ബന്ധവുമില്ലാത്ത രാജാക്കന്മാർ ഇവർ രാജാവാണോ പുരോഹിതനാണോ എന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. ഇത് ഇന്ന് പെന്തക്കോസ്ത് പാസ്റ്റർമാരിലും ഉണ്ട് എന്നതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇന്ന് ഈ പുരോഹിതന്മാർ ഇറങ്ങി വരുന്നത് കണ്ടാൽ തിരുമേനി എഴുന്നള്ളുന്നു എന്ന് ഇവർ തന്നെ പറയുകയാണ്. അപ്പോൾ രാജാവ് എഴുന്നള്ളുന്നത് പോലെയാണ് ഇവരുടെ എഴുന്നള്ളത്തും പരിപാടികളും ഒക്കെ. അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇലക്ഷനും പരിപാടികളും ഒന്നും വേണ്ട, കുറച്ച് ഉടായ്പകൾ മതി. ഞാൻ ആ ഭാഗത്തൊന്നും തൽക്കാലം പോയി ആരെയും ഉപദ്രവിക്കാൻ താല്പര്യപ്പെടുന്നില്ല. സിമ്പിളായി മനസ്സിലാക്കിയാൽ രാഷ്ട്രീയം പൈശാചികമാണ്. രാഷ്ട്രീയം ആരംഭിക്കുന്നത് നിമ്രോദിലാണ്. നിമ്രോദിൽ നിന്നാണ് ദൈവത്തിനെതിരായ ഒരു മതം തന്നെ ആരംഭിക്കുന്നത്. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 11 കാണുന്ന വ്യാപാരം. ആ സാധനം തന്നെയാണ് ഇന്ന് ഈ കാണുന്ന സഭയുടെ അധ്യക്ഷ സ്ഥാനമായും കാണുന്നത്. രാഷ്ട്രീയം എന്നൊരു കുപ്പായം ഇട്ട് ജനത്തെ പകുതി വഴിതെറ്റിക്കുമ്പോൾ പകുതി പേരെ വഴിതെറ്റിക്കാൻ മതത്തിന്റെ കുപ്പായം മതിയാകും. ഇതിന്റെ രണ്ടിന്റെയും അധ്യക്ഷന്മാർ ഏകദേശമൊക്കെ ഒന്നുപോലെ തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിൽ നമ്മൾ 2 മൃഗങ്ങളെ കാണുന്നു. ഒന്നാമത്തെ മൃഗത്തെ കുറിച്ച് പറയുന്നത് 7 കൊമ്പ് 10 തല, തലകളിൽ രാജമുടി, തലയിൽ ദൂഷണനാമമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് കണ്ടു. അത് ദൈവത്തിനെതിരായും ദൈവജനത്തിനെതിരായും ദൂഷണം പറയുന്നു എന്നാണ് അവിടെ പരാമർശിക്കുന്നത്. അത് രാഷ്ട്രീയത്തെ സൂചിപ്പിക്കുന്നു. 11 മുതൽ താഴോട്ട് രണ്ടാമതൊരു മൃഗത്തെ കാണുന്നു. ഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം. അതിന് കുഞ്ഞാടിനുള്ളത് പോലെ 2 കൊമ്പുണ്ട്, എന്നാൽ അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത്തെ മൃഗമാണ് ഈ കാണുന്ന മത അധ്യക്ഷന്മാർ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ജനത്തെ വഴി തെറ്റിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ കീഴ്പ്പണിക്കാരനായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ജിജി തോമസ് സാറിന് സ്വാഭാവികമായും മതാധ്യക്ഷന്മാരെയും അതുപോലെ കണ്ടുപോയി എന്നതിൽ ശങ്കയ്ക്ക് വകയില്ല. പക്ഷേ തിരുവഴുത്ത് അദ്ദേഹം പഠിച്ചിരുന്നു എങ്കിൽ ഈ റോങ് പ്ലേസ് വിട്ട് അദ്ദേഹം റൈറ്റ് പ്ലേസിലേക്ക് മൂവ് ചെയ്യുമായിരുന്നു എന്നതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ ജിജി തോംസൺ സാർ പറഞ്ഞ ഈ തിരുമേനി പട്ടവും ഇവർക്കുള്ളതല്ല, ഇതെല്ലാം തെറ്റ് തന്നെയാണ് എന്നതിന് സംശയമൊന്നും വേണ്ട. പരമാധ്യക്ഷന്മാരായി ഇവരൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അവരുൾപ്പെടുന്ന ഒരു സഭകൾക്കും ബൈബിളുമായി ബന്ധമില്ല എന്ന വസ്തുതയും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇതൊക്കെ എങ്കിലും തൽക്കാലം തിരിച്ചറിയാൻ ഒരല്പമെങ്കിലും കോമൺ സെൻസ് ഉള്ള മനുഷ്യന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തരം സംഭവങ്ങളെ ജനത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നത്. ചിലർ പറയുന്നു കുറ്റം പറയാൻ നിൽക്കുകയാണ്. കുറ്റം പറയാൻ നിൽക്കുന്നതല്ല. ഇത് ജനം തിരിച്ചറിയണം. എന്താണ് ഇതിനകത്തുള്ള അപകടം എന്ന് തിരിച്ചറിയണം. ജിജി തോംസൺ സാറിനാണോ ഭ്രാന്ത് പിടിച്ചത്? അയാളെ സഭയിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് പ്രശ്നം തീരുമോ എന്ന് ചോദിച്ചാൽ അല്ല. അയാൾ കണ്ണട വെച്ചിരിക്കുന്നു. അയാൾ കണ്ണട വെച്ചപ്പോൾ എല്ലാവർക്കും തിമിരം പറ്റിയതുപോലെ അദ്ദേഹത്തിന് തോന്നുന്നു. അതൊരു തോന്നലല്ല.
ഇനി അദ്ദേഹം അത് ശരിക്കും തിരിച്ചറിയുമ്പോൾ അദ്ദേഹത്തിന് സഭ വിട്ട് പുറത്തു പോകേണ്ടതായിട്ട് വരും, സംശയമൊന്നും വേണ്ട. ഇനിയും അദ്ദേഹം ബൈബിൾ ഇതുപോലെ വസ്തുനിഷ്ഠമായി ഏതെങ്കിലും വേദികളിൽ സംസാരിച്ചാൽ ഒന്നുകിൽ അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഇനി സഭയിൽ പ്രസംഗിക്കാൻ ഒരു സ്ഥാനം കിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിനും ആ സഭയ്ക്കകത്ത് നിൽക്കാൻ വലിയ ഇഷ്ടമാണ്. കാരണം പേരും പ്രശസ്തിയും പെരുമയ്ക്കും വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് നിൽക്കാൻ ഇഷ്ടമാണ്. ബൈബിൾ കുറച്ചുകൂടി മനസ്സിരുത്തി ജിജി തോമസൻ സാർ വായിച്ചാൽ ഈ ഗ്രൂപ്പിന് വിടേണ്ടി വരും, ആ ഗ്രൂപ്പിനകത്ത് ക്രിസ്തുവില്ല എന്ന സത്യം അദ്ദേഹം തിരിച്ചറിയും. അതിനൊരു അവസരം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകട്ടെ. രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്ന് സംസാരിച്ചാൽ, പുരോഹിതന്മാരെ നശിപ്പിക്കുന്നത്, തിരുമേനിമാരെ നശിപ്പിക്കുന്നത് വിശ്വാസികൾ തന്നെയാണ് എന്ന് പറഞ്ഞു. 100% കറക്റ്റാണ്. തിരുമേനിമാർ എന്ന് പറഞ്ഞ് ഇവർക്ക് ആവശ്യമില്ലാത്ത പരിവേഷം കൊടുക്കുന്നത്, ആവശ്യമില്ലാത്ത ബഹുമാനം കൊടുക്കുന്നത്, ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ബഹുമാനം എടുത്ത് ഇവർക്കൊക്കെ കൊടുക്കുന്നത് പിശാച് ചെയ്യുന്ന പരിപാടികളാണ്. പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടികളാണ്. ഈ വസ്തുതകൾ വളരെ വ്യക്തമായി തിരിച്ചറിയണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്. അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വിശ്വാസികൾ വന്നിട്ട് പറയും തിരുമേനി ഈ കാർ നടക്കണം, റോൾസ് റോയ്സിൽ നടക്കണം. വാസ്തവത്തിൽ തിരുമേനിമാർ അല്ലെങ്കിൽ സഭയുടെ ശുശ്രൂഷകരായിരിക്കുന്നവർ അവരുടെ ശുശ്രൂഷയുടെ വേഗത കൂട്ടേണ്ടതിനും ഒരുപാടിടങ്ങളിൽ വേഗത്തിൽ ചെന്നെത്തേണ്ടുന്ന ആവശ്യമുള്ളതിനാലും അവരുടെ ശരീരം ബലഹീനമാകയാൽ അവർ നല്ല കാറുകളിൽ യാത്ര ചെയ്യുന്നൊന്നും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല വാഹനങ്ങളിൽ അവർക്ക് യാത്ര ചെയ്യാം. അവർ താമസിക്കുന്ന റൂമുകൾ AC റൂമുകൾ ചെയ്തു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ആഹാരം അവർക്ക് നല്ല ആഹാരങ്ങൾ നോക്കി കൊടുക്കുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരൊരുപാട് യാത്ര ചെയ്യാനുള്ളവരാണ്, ഒരുപാട് വർക്ക് അവർക്കുണ്ട്. അപ്പൊ അതിന് പറ്റിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവർ ചെയ്യേണ്ടുന്ന ജോലി എന്താണെന്ന് ഇവർ ബോധ്യപ്പെട്ടിരിക്കണം. രാജാവ് ചെയ്യുന്ന രാജഭരണമല്ല ഇവർ ചെയ്യുന്ന പണി. ഇവർ ചെയ്യുന്നത് ദാസന്റെ പണിയാണ് എന്ന വസ്തുത തിരിച്ചറിയണം. വചനം കൃത്യമായി പറയുന്നു, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനു മതി. നമ്മുടെ ഗുരുവായ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ആകുന്നത് ശിഷ്യനു മതി. ശിഷ്യൻ ഗുരുവിന് മീതെയല്ല. അപ്പൊ ശുശ്രൂഷകളെ കുറിച്ചൊരു സാധാരണ ഒരു കോൺസെപ്റ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോ കൂടി ഇതിനോട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ അതങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ശുശ്രൂഷകനായി തിരഞ്ഞെടുക്കപ്പെടുന്ന നമുക്ക് സ്വാഭാവികമായും ജനം നൽകുന്ന ബഹുമതി ഉണ്ട്, ജനം നൽകുന്ന മാന്യതയുണ്ട്. അതൊക്കെ സ്വീകരിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ജനം എത്രയധികം മാനിച്ചാലും ശുശ്രൂഷകനായി തന്നെ തുടരണം. അല്ലാതെ ശുശ്രൂഷകൻ ജനം മാനിക്കുന്നത് കൊണ്ട് ശുശ്രൂഷകരുടെ സീമകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അത് അപകടം പിടിച്ച ഒരു പോക്കാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു അപകടം പിടിച്ച ഒരു മുന്നേറ്റമാണ്. ശുശ്രൂഷകർ എന്ന നിലയിൽ ജനം അവരെ ബഹുമാനിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ജനം ബഹുമാനിക്കുന്നുണ്ട്. ആ ജനം ബഹുമാനിക്കുന്നതിനെ ദൈവത്തിനുള്ള ബഹുമാനമായി തിരിച്ചറിഞ്ഞ് നമ്മുടെ അളവിനുള്ളത് മാത്രമേ നമ്മൾ എടുക്കാവൂ. എല്ലാം നമ്മൾ എടുക്കാൻ നിൽക്കരുത്. നമുക്ക് കുറച്ചെടുക്കാം, ആവശ്യത്തിന് എടുക്കാം. നമ്മൾ കഴിക്കാൻ പോകുന്ന മേശയില് അവർ കൊണ്ടുവരുന്ന എല്ലാ വിഭവങ്ങളും മുഴുവൻ തിന്നു തീർക്കാൻ നിൽക്കണ്ട. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം. നമ്മളെ കണ്ടവർ തൊഴുതുകൊണ്ട് നിൽക്കുന്നത് നമ്മളോടുള്ള ബഹുമാനം കണ്ടിട്ടോ നമ്മുടെ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നുമല്ല. നമ്മൾ ക്രിസ്തുവിന്റെ പ്രതിനിധിയായിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ്. നമുക്കവർ നൽകുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ക്രിസ്തുവിന് കൊടുക്കുന്നു എന്ന ധാരണയിൽ അവർ തരുന്നതാണ്. വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി നിൽക്കുന്നു എന്ന കാരണത്താൽ അവർ തരുന്ന സുഖങ്ങൾ അനുഭവിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ അവർ അർഹിക്കുന്ന ശുശ്രൂഷ അവർക്ക് കൊടുക്കണം. അവർ അർഹിക്കുന്ന സേവനം അവർക്ക് കൊടുക്കണം. അവർക്ക് ആ സേവനം കൊടുക്കാതെ അവരുടെ മേൽ കർത്തൃത്വം നടത്തുകയാണ് എങ്കിൽ അത് അപകടകരമായ ഒരു മുന്നേറ്റമാണ്. അതാണ് ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം എന്നതിന് പത്രോസ് ലീഹൻ പറയുന്ന വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിച്ച് അവസാനിപ്പിച്ചോട്ടെ. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും, കേട്ടോ, നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പൻ. ഈ പത്രോസ് പോപ്പാരെന്ന ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ പത്രോസുമായി ഒരു പുലബന്ധം പോലും റോമൻ കാത്തലിക്കിനോ അതിനോട് ബന്ധപ്പെട്ട സഭകളിലെയോ സാധാരണ വൈദികന് പോലും ഇല്ല. പിന്നല്ലേ മേഖലയിലോട്ടുള്ള വൈദികന്റെ കാര്യം. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയുമായ, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് കാര്യം? ഞാനൊരു കൂട്ടുമൂപ്പനാണ്. ഞാൻ പോപ്പൊന്നുമല്ല, ഞാനൊരു കൂട്ടുമൂപ്പനാണ്. 2, ഞാൻ കഷ്ടാനുഭവത്തിന്റെ സാക്ഷിയാണ്. 3, ഞാൻ തേജസ്സിന്റെ കൂട്ടാളിയാണ്. എത്ര മനോഹരമായിരിക്കും നോക്കിയേ. അടുത്ത് പറയാണ്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ടെൻഡ് ദ ഷീപ്പ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ
ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം, മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നും കൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷമാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. വളരെ മനോഹരമായ സ്റ്റേറ്റ്മെന്റ് ആണ് പത്രോസ് ലേഖൻ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഇത് ചെയ്യാതെ സ്വന്തം സുഖലോലുപത മാത്രം നോക്കി ജീവിക്കുന്ന ഒരു വർഗം ഇതിനകത്തുണ്ട് എന്നതിന് സംശയം വേണ്ട. അപ്പോൾ അവിടെ ശ്രീ ജിജി തോംസൺ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തിരുമേനിമാരെ നശിപ്പിക്കുന്നത് ജനങ്ങളാണ്. തിരുമേനി എന്ന വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലും ആയിക്കൊണ്ടോട്ടെ, വളരെ കറക്റ്റാണ്. ഞങ്ങളുടെ പെന്തക്കോസ്റ്റിലും പ്രവാചകന്മാരുണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്. ഇവരെ നശിപ്പിക്കുന്നത് വാസ്തവത്തിൽ വിശ്വാസികൾ തന്നെയാണ്. ഇപ്പോൾ ഒരു പ്രവാചകൻ ഒരു ചർച്ചിൽ ഒരു ശുശ്രൂഷയ്ക്കായി വിളിച്ച് അയാൾ ശുശ്രൂഷയ്ക്ക് വന്നാൽ, അയാൾ ശുശ്രൂഷിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തിയ ചിലരോട് മാത്രം അദ്ദേഹം പ്രവചനം പറയും, മറ്റുള്ളവരോട് പറയില്ല. പറയാത്തൊരു അന്തരീക്ഷം വന്നാൽ അവിടെയുള്ള ചില ആന്റിമാരും ചില ബലഹീനരുമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവര് ഈ ഉപദേശം വിളിച്ചുകൊണ്ട് ചർച്ചിന്റെ മൂലയിൽ ചെന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇങ്ങനെ വിഷയമുണ്ടെന്ന് പറയും. അപ്പൊ അയാൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വാസ്തവത്തിൽ ദൈവം ഒരു ആലോചനയും നൽകില്ല, പക്ഷേ അയാൾ ചില ആലോചനകൾ വാരി നിരത്തും. എന്തിനാണ്? ഇയാൾ പ്രവാചകൻ എന്ന കാരണത്താൽ അവരുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ ചെന്നതാണ്. അപ്പൊ രണ്ട് പ്രവചനം അയാൾ പറഞ്ഞില്ലെങ്കിൽ അയാൾക്കൊരു ക്ഷീണമാണ്. അതുകൊണ്ട് അയാൾ സ്വാഭാവികമായും രണ്ട് പ്രവചനം പറയാൻ തയ്യാറാകും. അഥവാ അയാൾ പ്രവാചനം പറയാതെ വന്നാൽ ഇവർ നാട്ടിലെല്ലാം പറഞ്ഞു കൊടുക്കുക അയാൾക്ക് ശുശ്രൂഷയൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ അയാളുടെ ശുശ്രൂഷയെ ബാധിക്കും. അത് ബാധിക്കാതിരിക്കാൻ അയാൾ സ്വാഭാവികമായും രണ്ടെണ്ണം അങ്ങ് തൊടുത്തു വിടാൻ തയ്യാറാകും. ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷ കഴിഞ്ഞാലുടൻ ശുശ്രൂഷകന്റെ നമ്പർ മേടിക്കുകയും അയാളെ വീട്ടിൽ വിളിച്ച് സ്വന്തമായി പ്രാർത്ഥനയ്ക്കുള്ള ക്രമീകരണം പാസ്റ്റർ അറിയാതെ ചെയ്യുകയും ചെയ്യും. അങ്ങനെ സ്വന്തം സഭയിലെ ഇടയൻ അറിയാതെ ഈ വരുന്ന പ്രവാചകനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിക്കുന്ന പരിപാടി നടത്തും. അയാൾ വന്ന് പ്രാർത്ഥിക്കും. അയാൾ കണ്ടതാണോ കാണാത്തതാണോ, ദൈവത്തിന് പറഞ്ഞതാണോ പറയാത്തതാണോ എന്നൊന്നും അറിയില്ല. അയാൾ ചിലതൊക്കെ വച്ച് കാച്ചും. കാരണം ഇത് വച്ച് കാച്ചിയാലേ നടക്കത്തുള്ളൂ. സ്പെഷ്യൽ മീറ്റിങ്ങിന് വിളിച്ചിരിക്കുകയാണ്, സ്പെഷ്യൽ പ്രവചനം കേൾക്കാനാണ് വിളിച്ചിരിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞേ പറ്റും. അതുകൊണ്ട് ദൈവം കൊടുത്തില്ലെങ്കിലും പ്രവചനം പറയാൻ അയാൾ നിർബന്ധിതനാവും. എന്താ ഇവിടെ സംഭവിക്കുന്നത്? നല്ലൊരു പ്രവാചകനെ നമ്മളായിട്ട് നശിപ്പിക്കുകയാണ്. പൊതു മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ദൈവം അദ്ദേഹത്തോട് പറയേണ്ടുന്നതുണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മളോട് പറയേണ്ടുന്നതുണ്ടെങ്കിൽ അയാളിലൂടെ കർത്താവ് സംസാരിക്കും, കുഴപ്പമൊന്നുമില്ല. അത് സംസാരിക്കാതെ വന്നാൽ നമ്മൾ സ്പെഷ്യൽ മീറ്റിങ്ങിന് കോഴിയിറച്ചിയും ബാക്കി ക്രമീകരണങ്ങളും ക്രമീകരിച്ചിട്ട് അയാളെ വിളിച്ചിരിക്കുമ്പോൾ അയാൾക്ക് പ്രവചനം പറയേണ്ട നിർബന്ധം വരും. അയാൾ രണ്ടെണ്ണം കയ്യിൽ നിന്നിട്ടെങ്കിലും പറഞ്ഞൊപ്പിക്കും. പിന്നീട് ആ വീടുമായി അദ്ദേഹത്തിന് വളരെയധികം അടുപ്പം വരികയും ഒരുപാട് പരുവക്കേടുകൾ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ചരിത്രത്തിൽ അറിയാവുന്നതാണ്. ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ സാരം, നല്ലൊരു ശുശ്രൂഷകനായിരുന്ന പ്രവാചകനെ വഴിപിഴപ്പിച്ചത് നമ്മളാണ്. അദ്ദേഹത്തെ ധനമോഹത്തിലേക്ക് തള്ളിവിട്ടതും ദൈവം പറയാത്ത പ്രവചനങ്ങൾ അയാളെ കൊണ്ട് പറയിപ്പിച്ചതും ഒക്കെ വാസ്തവത്തിൽ സാധാരണ വിശ്വാസികൾ തന്നെയാണ്. അതുകൊണ്ട് ജിജി തോമസൺ സാർ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. ശുശ്രൂഷകനെ വഴിതെറ്റിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ശുശ്രൂഷകന് നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പാപമാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ശുശ്രൂഷകർ തിരിച്ചറിയേണ്ടത്, ശുശ്രൂഷകർ എന്താണോ ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അത് കൃത്യമായി നിർവഹിക്കുവാൻ ബാധ്യസ്ഥതയുള്ളവരാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ജനത്തെ കബളിപ്പിക്കുകയും നശിപ്പിക്കുകയും വഴിപിഴപ്പിക്കുകയും ചെയ്യുന്നു എന്ന വസ്തുത വിസ്മരിക്കരുത്. അതിന് കൃത്യം കണക്ക് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ പറയേണ്ടി വരും എന്നത് മറക്കുകയും വേണ്ട. അതുകൊണ്ട് തിരുമേനിയും പരമാധ്യക്ഷനും ഒന്നും വചനാടിസ്ഥാനമുള്ളതല്ല. ഇവർ പറയുന്ന പട്ടത്വവും പൗരോഹിത്യവും ഒന്നും ബിബ്ലിക്കലി ഉള്ളതല്ല. ഇവകളെല്ലാം പൈശാചികവും ജാതീയവും ബാബിലോണ്യവുമായ ആചാരങ്ങളിൽ നിന്ന് റോമൻ കാത്തലിക്കിലൂടെ വന്ന് പിൽക്കാലത്ത് പെട്ടുപോയതാണ്. ഇവകൾ ഇന്ന് പെന്തക്കോസ്തിനകത്തും പെട്ടിരിക്കുന്നു. അവകൾ ശുചീകരണം വരുത്തേണ്ടതാണ്. അവകൾ പുറത്താക്കപ്പെടേണ്ടതാണ്. നമുക്കുണ്ടായിരിക്കേണ്ടുന്ന അടിസ്ഥാന ഗ്രന്ഥം വിശുദ്ധ വേദ പുസ്തകമാണ്. ഇതിന് പുറത്തേക്ക് പോയിട്ടുള്ള ഒരു സ്ഥാപനവൽക്കരിക്കൽ സംഭവങ്ങളും ഒരു മതവൽക്കരിക്കൽ ഇടപാടുകൾക്കും ബൈബിളുമായി യാതൊരു ബന്ധവുമില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞിരിക്കണം. നിത്യരാജ്യത്തിൽ പോകുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കർത്താവിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, അല്ലാതെ ഈ സഭകളെ അല്ല. കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജിജി തോംസൺ സാറ് കുറച്ചുകൂടി ബൈബിൾ വായിച്ച് കുറച്ചുകൂടി താങ്കൾ നിൽക്കുന്ന സഭയെക്കുറിച്ച് അനലൈസ് ചെയ്യണം, തിരിച്ചറിയണം. ക്രിസ്തുവുമായി ഇവറ്റകൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞ് താങ്കൾക്ക് ആ ബന്ധത്തിലേക്ക് വരുവാനുള്ള അവസരമുണ്ട്. താങ്കൾക്കും യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിയുവാനുള്ള അവസരമുണ്ട്. ക്രിസ്തുവിനോട് ചേരുവാൻ, ക്രിസ്തുവിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിൽ മരിക്കുവാൻ താങ്കൾക്കും ഭാഗ്യമുണ്ടാകട്ടെ. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.